ദത്തവകാശ നിരോധന നിയമം എന്താണെന്ന് നോക്കാം. ഈ നിയമപ്രകാരം അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അതായത് അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരികൾ മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും. 1848 ഡൽഹൌസിയാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ. അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഔദാണ്. 1856 കൂട്ടിച്ചേർക്കപ്പെട്ടത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങളാണ് ജയ്പൂര്, സാമ്പൽപൂര്, ഝാൻസി, നാഗ്പൂർ. ഏതൊക്കെയാണ്? ജയ്പൂര്, സാമ്പൽപൂര്, ഝാൻസി, നാഗ്പൂർ എന്നിവ. 1824 കർണാടകയിലെ കിറ്റൂർ എന്ന നാട്ടുരാജ്യം പിടിച്ചെടുക്കാനായി ബ്രിട്ടീഷുകാർ അനൗദ്യോഗികമായി ഉപയോഗിച്ചത് ദത്തവകാശ നിരോധന നിയമമാണ്. കിറ്റൂരിൽ ഈ നിയമത്തിനെതിരെ ധീരമായി പോരാടിയ വനിതയാണ് കിറ്റൂർ ചിന്നമ്മ. ആരാണ്? കിറ്റൂർ റാണി ചിന്നമ്മ. ഝാൻസി റാണി ലക്ഷ്മിബായാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത്. ഝാൻസിയിലെ രാജാവായിരുന്ന രാജാ ഗംഗാധർ റാവുവിൻ്റെ രാജ്ഞിയാണ് റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക മനുബായി എന്നാണ്. റാണി ലക്ഷ്മിബായി 1857 വിപ്ലവത്തിൽ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചത് ഹ്യൂഗോ റോസ് ആണ്. ഝാൻസി റാണിയുടെ കുതിരകളായിരുന്നു ബാദൽ, സാരംഗി, പവൻ എന്നിവ. ബാദൽ എന്ന കുതിരയിലായിരുന്നു 1857 വിപ്ലവകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ചിരുന്നത്. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരിയായിരുന്നു ഝാൻസി റാണി. 1858 ജൂൺ 18 ഝാൻസി റാണിയെ വധിച്ചത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്ന ഹ്യൂഗോ റോസ് ആണ്. ആരാണ് ഝാൻസിയെ വധിച്ചത്? ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്ന ഹ്യൂഗോ റോസ് ആയിരുന്നു. വെല്ലൂർ കലാപം എന്താണെന്ന് നോക്കാം. 1806 ജൂലൈ 10 ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായി തമിഴ്നാട്ടിൽ വെല്ലൂരിൽ നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം എന്നറിയപ്പെടുന്നത്. 1805 ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതി എതിർത്തായിരുന്നു കലാപം കേട്ടോ. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് വെല്ലൂർ കലാപം അറിയപ്പെടുന്നു അല്ലേ. അപ്പം എന്താണ്? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് റിഹേഴ്സൽ എന്നാണ് എന്നറിയപ്പെടുന്നത് വെല്ലൂർ കലാപം അറിയപ്പെടുന്നത്. VD സവാക്കറാണ് വെല്ലൂർ കലാപത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. സർ ജോൺ ക്രഡോക്ക് എന്ന മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയത്.